ചെല്ലട്ടെ നിക്ക്. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇടാമോ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇടാമോ? ഇതാണ് നമ്മൾ താങ്കൾക്ക് അയച്ചിട്ടുള്ള പിന്നെ ലിങ്ക് എന്ന് പറയുന്നത്. താങ്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഇങ്ങനെ എനിക്ക് 100 കണക്കിന് മെസ്സേജ് വരും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? ഓക്കെ 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 ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ്. നന്നായിട്ടുണ്ട്. എന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് നുണയാണ്. നിങ്ങളും ഞാനും തമ്മിൽ ഒരു സംവാദം നടക്കാൻ പോകുന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നമ്പൂരിശ, നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി കാണിക്കുക. ഇതാണ് ഞങ്ങൾ കാണിച്ച ഇതല്ല പോസ്റ്റർ, ഇതല്ല പോസ്റ്റർ, നിന്റെ വീഡിയോ, ഇതല്ല പോസ്റ്റർ, ഇതല്ല പോസ്റ്റർ. ബാസിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അഴിമതി വിഷയം ചർച്ച ചെയ്യാൻ വന്നാൽ ബാസിൽ സ്റ്റേജിൽ മൂത്രമൊഴിച്ചിരിക്കും. ഒരു ബാസിൽ എന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ്. ഓക്കെ, ഇനി ലിയാഖത്ത് അലി സംവാദത്തിന് തയ്യാറാണോ? തൂക്കിയല്ലോ നാഥ. സംവാദത്തിന് ഒരു പേര് ആ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ലിങ്ക് എന്ന് കേൾക്കുമ്പോൾ ലിംഗം എന്ന് പറയുന്ന ലിയാഖത്ത്, ലിങ്ക് എന്ന് കേൾക്കുമ്പോൾ ലിംഗം എന്ന് പറയുന്ന ലിയാഖത്തിന്റെ മാന്യത ഇനി പറയുന്നു. ഒരു മിനിറ്റ്, ഞാനിത് കുറച്ച് നേരം. കൊച്ചിയർക്കന്മാരൊക്കെ മാറിയിരിക്കും. എന്തായി കൊച്ചിയർക്കന്മാരൊക്കെ അടിക്കടി കയറി? അപ്രതീക്ഷിതമായ അതായത് 10, 40, 50 വയസ്സുള്ള ആളുകളായിട്ട് മാത്രമേ പുള്ളി പിന്നെ സംസാരിക്കുള്ളൂ. പറയുന്ന ആശയം എന്താണെന്നുള്ളത് അങ്ങോട്ട് എടുത്താൽ മതി. വയസ്സും പ്രായം നിനക്ക് അത്രമാത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് പോരും പാലക്കാട്, നമുക്ക് നേരിട്ട് കാണാം. എന്നിട്ട് നിനക്ക് വയസ്സും പ്രായം കാണിച്ചാൽ അപ്പൊ അവിടെ നിൽക്കും. ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. ഈ മതവിരോധം മൂത്ത് വട്ടായി പോയതിന്റെ പ്രശ്നമാണ്. അതവിടെ നിൽക്ക്. നീ ഇവിടെ കാണിക്കുന്ന ഉടായ്പകളൊക്കെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആളുകളെല്ലാം അവിടെ നില്ലേ സംവാദത്തിനല്ലേ ഇവർ ഇത്ര നേരം വിളിച്ച്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അതിന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന ഫോൺ കോളുകൾ പോലും എടുത്ത് റെക്കോർഡ് ചെയ്ത് വിറ്റ് തിന്ന് വയറ് വീർപ്പിക്കുന്ന പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എന്തുകൊണ്ടാണ് ഇരയാക്കത്തെ? ഞങ്ങളെ പോലെ ആളുകളുമായിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ നിങ്ങളോട് നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത്. അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ മതവിദ്വേഷ പ്രകടനവും വർഗീയതയും സംഖ്യകൾക്ക് കാല് നീക്കി കൊടുക്കുന്ന ജോലിയും അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. നമ്മൾ ആദ്യം ഈ ചങ്ങായിട്ട് ഞാൻ ഫോൺ സംസാരിച്ചിട്ടുണ്ട്. ആ ഫോൺ റെക്കോർഡ് പുറത്തു വിടാൻ വേണ്ടി കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തു വിടുന്നില്ല. എല്ലാം പോട്ടെ, ക്ലബ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നാസ്തികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊണ്ട് കഴിയാത്തതുകൊണ്ട് ലിങ്ക് ഇട്ട് കൊടുത്ത് ഇയാളെ അപ്പോൾ ക്ലബ് ഹൗസിലോട്ട് ഉടനെ കയറ്റി. അപ്പൊ തന്നെ ലിയാഖത്തിനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് വായിൽ പഴം പുഴുങ്ങിയതുപോലെ എന്ന ആളാണ് ഈ ലിയാഖത്ത്. ലിയാഖത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അവന് സാമൂഹ്യ ചവറുകളാണ് ഇവർ എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.